ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് MS വേർഡ് എന്നുള്ളത്. നമ്മുടെ ഈ സിലബസിൽ MS വേർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാന കാര്യങ്ങളാണ്. സിലബസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് ഇപ്പോൾ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ MS വേർഡിൽ നമുക്ക് പഠിക്കാനുള്ളത് MS വേർഡിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പാക്കേജുകളാണ്. അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു പാക്കേജ് ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ MS വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, MS വേർഡ്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ എക്സല്, പവർ പോയിന്റ്, ഇതൊക്കെ പ്രധാനപ്പെട്ട മറ്റ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ MS ഓഫീസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? MS ഓഫീസ് ഈ ഒരു വേർഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പാക്കേജാണ് MS ഓഫീസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏത്? MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡുമായി ബന്ധപ്പെട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ഓക്കെ, എന്താണ് ഈ വേർഡ് വിൻഡോ എന്ന് പറയുന്നത്? ഓക്കെ, വേർഡ് വിൻഡോ, അതുപോലെ ടൈറ്റിൽ ബാർ, എന്താ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ റിബൺ എന്താണ്? സ്റ്റാറ്റസ് ബാർ എന്താണ്? ടൂൾ ബാർ എന്താണ്? അതുപോലെ തന്നെ ഡോക്യുമെന്റ്, നമുക്കൊരു ഡോക്യുമെന്റ് നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റ് പ്രിപ്പയറിംഗ് ആപ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഈ മൈക്രോസോഫ്റ്റിന്റെ വേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ MS വേർഡിന് നമുക്ക് ഒരു ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അത് എങ്ങനെ സേവ് ചെയ്യാം, അത് പ്രിന്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റിനെ നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൽ ഈ വിവിധ തരം വേർഡിങ്സ് അല്ലെങ്കിൽ ഫോണ്ടുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഫോണ്ടിൻ്റെ സൈസ്, അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ ഫോർമാറ്റ്, നമ്മളൊരു ഡോക്യുമെൻറ്റിൽ നമ്മളൊരു പാരഗ്രാഫ് നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് എങ്ങനെ ആ പാരഗ്രാഫിനെ സ്ട്രക്ചറൈസ് ചെയ്യാം, ആ പാരഗ്രാഫിൻ്റെ സ്റ്റൈൽസിൽ എന്തൊക്കെ മാറ്റം വരുത്താം, ആ പാരഗ്രാഫിനെ എങ്ങനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അണ്ടർലൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ജസ്റ്റിഫൈ, ബുള്ളറ്റിംഗ്, പിന്നെ ഒരു നമുക്ക് ബുള്ളറ്റ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈ പോയിന്റ് ബൈ പോയിന്റിന് പകരം നമുക്ക് നമ്പർ ഇട്ട് 1 2 3 എന്നുള്ള നമ്പറിങ് ചെയ്യാനും നമുക്ക് പറ്റും. ഇനി ഡ്രോപ്പ് കേസുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ചേഞ്ച് കേസുകൾ അപ്പർ കേസും ലോവർ കേസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അലൈൻമെന്റുകൾ റൈറ്റും ലെഫ്റ്റും സെൻറ്ററും ഒക്കെ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും, ടാബുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ സ്പേസിങ്ങുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ സ്റ്റൈലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാം, എഡിറ്റിംഗ് നമ്മൾ നടത്താം, അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് കട്ട് ചെയ്യാനും അത് കോപ്പി ചെയ്തുകൊണ്ട് വേറൊരു ഭാഗത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ വിവിധ തരം നമുക്കറിയാം നമ്മുടെ വിൻഡോസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ GUI ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും മൗസും കീബോർഡൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഓരോ ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ മൗസിനെ ആശ്രയിക്കാതെ കീബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരം ഫംഗ്ഷനുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഫംഗ്ഷൻ കീസ് അതിന് അവൈലബിൾ ആണ്. പിന്നെ കുറേ ഷോർട്ട് കട്ട് കീസുകൾ കുറേ ഫംഗ്ഷനുകൾക്കായിട്ട് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകൾക്കായിട്ട് നമ്മൾ കുറേ ഫംഗ്ഷൻ കീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മളിതിൽ പഠിക്കും. പിന്നെ ടേബിൾ, പിക്ചേഴ്സ്, ക്ലിപ്പ് ആർട്സ്, അതായത് നമുക്ക് നമ്മുടെ ഈ വേർഡ് ഡോക്യുമെന്റിനകത്ത് വിവിധ തരങ്ങളിലുള്ള ടേബിളുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ക്ലിപ്പ് ആർട്ടുകൾ നമുക്ക് ചെയ്യാം, വിവിധ തരം ഷേപ്പുകൾ. പിന്നെ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു പേജിലൊന്നും ഉള്ളതായിരിക്കും, അതിൽ പല പല പേജുകളുടെ എണ്ണം കൂടുതലായിട്ടുള്ള ഡോക്യുമെന്റുകളിൽ നിങ്ങൾ നോക്കുമ്പോൾ നമ്പറിങ് അല്ലേ 1 2 3 എന്നൊക്കെ ഉള്ളത് മുകളിലാണെങ്കിൽ മുകളിലൊരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ താഴെയാണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്പറിങ് ഒക്കെ സെറ്റ് ചെയ്യാം, പേജ് നമ്പർ സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെഡറും ഫൂട്ടറും, ഹെഡർ എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ ഭാഗം, നമ്മുടെ ഒരു പേജ് തുടങ്ങുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് എല്ലാ പേജിലും അത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെഡർ, അതുപോലെ തന്നെ ഫൂട്ടർ, നമുക്ക് സിമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് ലിങ്കുകൾ ആഡ് ചെയ്യാം. നമുക്ക് ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറൊരു ഹൈപ്പർ ലിങ്ക് നമുക്ക് വേറൊരു ലൊക്കേഷനിലോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ വേർഡ് ആർട്ട് എന്താണ്, പിന്നെ പേജ് ലേഔട്ട്, അതുപോലെ തന്നെ പേജിൻ്റെ സൈസ്, നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യുന്നത്, ലൈൻ സ്പേസിങ്, പിന്നെ ഓറിയന്റേഷൻ,
ഓക്കെ, ലാൻഡ്സ്കേപ്പ് ആണോ, പോർട്രേറ്റ് ആണോ, അങ്ങനെ ഓറിയന്റേഷൻ. പിന്നെ ഇൻഡന്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, നമുക്ക് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്, ഫുട് നോട്ടുകൾ, അതുപോലെ തന്നെ എൻഡ് നോട്ടുകൾ, പിന്നെ മെയിൽ മർജ് നമ്മുടെ വേർഡ് ആപ്ലിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. പിന്നെ പ്രൂഫ് റീഡിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം, ആഡ് ഓർ റിമൂവ് കമന്റ്സ് നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് അത് വ്യൂ ചെയ്യുന്നത്, പിന്നെ പേജ് വ്യൂസ്, ഗൈഡ്സ്, റൂളേഴ്സ്. ഇതാണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, വേർഡ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇത് ഓരോന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഇൻട്രൊഡക്ഷനിലോട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്, അല്ലേ? Microsoft Word. Okay, Microsoft Word, often called as MS Word, is a widely used word processing application that enables users to create, edit, format and print text documents. നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ, നമ്മൾ സോഫ്റ്റ് ഡോക്യുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും, നമുക്ക് വിവിധ ഫോർമാറ്റിലോട്ട് അതിനെ മാറ്റാനും, അതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്യാനും, ഓക്കെ, നമുക്ക് ഹാർഡ് കോപ്പി നമുക്ക് പ്രിന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഈ MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാക്കേജാണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവിധ രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള നമുക്ക് ഡോക്യുമെന്റുകളും മറ്റുമൊക്കെ നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വേർഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ ഡോക്യുമെന്റ് ഒന്നുണ്ടാവും, അതുപോലെ തന്നെ വിവിധ ടെംപ്ലേറ്റുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് രീതിയിലുള്ളത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോക്യുമെന്റിനെ നമുക്ക് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് പ്രസന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് MS വേർഡ് എന്ന് പറയുന്നത്. MS വേർഡ് മാത്രമാണോ ഈ വേർഡ് പ്രോസസിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട് വേൾഡിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അല്ല, MS വേർഡ് മാത്രമല്ല, അല്ലേ? നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലിനക്സ് മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്ന ഒരു പാക്കേജ്, ഓപ്പൺ ഓഫീസ്, പിന്നെ WPS ഓഫീസ്. ഓക്കെ, കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഗൂഗിൾ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഗൂഗിൾ ഡോക്സ്, പിന്നെ ലൈബ്ര ഓഫീസ്. അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട വേർഡ് പ്രോസസിംഗ് ആപ്ലിക്കേഷനുകളാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ വേർഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പറഞ്ഞു. മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ എക്സൽ. ഓക്കെ, എക്സൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വർക്ക് ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സൽ യൂസ് ചെയ്യുന്നത്, അല്ലെ? ടേബിൾസ് ഒക്കെ നമുക്ക് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഏതാണ്? പവർ പോയിന്റ്. നമുക്ക് സ്ലൈഡ്സ് ഷോ അല്ലെങ്കിൽ പ്രസന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ആക്സസ് ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് MS വേർഡ്, അതുപോലെ തന്നെ MS എക്സൽ, MS പവർ പോയിന്റ്, MS ആക്സസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വേർഡ് പ്രോസസിംഗ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത് MS വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ടൈറ്റിൽ ബാറിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഒരു പ്ലെയിൻ ഡോക്യുമെന്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ നോക്കി, ഏറ്റവും മുകളിലായിട്ട് ഒരു ബ്ലൂ കളർ ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട്
പറ്റും അല്ലേ? ഈ ബ്ലൂ കളർ ബാറിൽ നിങ്ങൾ നോക്കിയാൽ അതിന്റെ മുകളിലായിട്ട് ഡോക്യുമെന്റ് 1 എന്ന് കാണാനായിട്ട് പറ്റും. ഡോക്യുമെന്റ് 1, ഓക്കെ, ഡോക്യുമെന്റ് 1 വേർഡ്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. The title bar is located at the top of the word window. ഒരു വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ വിൻഡോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെയാണ് എന്ന് പറയുന്നത് ടൈറ്റിൽ ബാർ. ഏറ്റവും ടോപ്പിലായിട്ട് കാണപ്പെടുന്നതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ടൈറ്റിൽ ബാർ നമ്മുടെ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഇതേപോലെ ഡോക്യുമെന്റ് 1 വേർഡ് എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡോക്യുമെന്റ് 1. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടൈറ്റിൽ നമ്മുടെ ഏതാണോ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ, ഇപ്പോൾ ടെസ്റ്റ് ഡോക്യുമെന്റ് എന്നൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഡോക്യുമെന്റ് 1 വരും അവിടെ വരുന്നത് ഈ ടെസ്റ്റ് ഡോക്യുമെന്റ് എന്നായിരിക്കും. ഓക്കെ, ടെസ്റ്റ് ഡോക്യുമെന്റ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ദെൻ അപ്പോൾ ഈ ടൈറ്റിലാണ് ഈ ടൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വേർഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഒരു ഫയൽ നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ബാർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വിൻഡോ ആൻഡ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ പേരെന്ന് പറയുന്നത് ഏതിലാണ്? ഈ ടൈറ്റിൽ ബാറിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിബണിനെ പറ്റിയാണ്. റിബൺ എന്താണ്? റിബൺ. ഓക്കെ, റിബൺ. ഇപ്പൊ ടൈറ്റിൽ ബാർ പറഞ്ഞു ഏറ്റവും മുകളിലാണ്, ടൈറ്റിലാണ്. അപ്പോൾ ആ ടൈറ്റിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ, അല്ലെ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലൂ കളർ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. റിബൺ. ഓക്കെ, റിബൺ ഈസ് എ കമാൻഡ് സെന്റർ ഓഫ് ദ വേർഡ്. ഓക്കെ, നമ്മുടെ വേർഡ് ഡോക്യുമെന്റിന്റെ കമാൻഡ് സെന്റർ. ഓക്കെ, ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ഫംഗ്ഷനുകൾ ചെയ്യുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഈ കമാൻഡ് സെന്റർ, അല്ലെ? അപ്പോൾ ഈ കമാൻഡ് സെന്റർ ആണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു സെവറൽ ടാബ്സ്. ഈ കമാൻഡ് സെന്ററിനെ വിവിധ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ആദ്യം ഇവിടെ ഒരു ഫയൽ എന്ന ഭാഗം കാണുന്നു, പിന്നെ ഹോം കാണുന്നു, WPS PDF കാണുന്നു, ഇൻസേർട്ട് കാണുന്നു, ഡിസൈൻ കാണുന്നു, ലേഔട്ട് കാണുന്നു, റെഫറൻസ്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വെർഷൻ അനുസരിച്ചും എന്ത് ചെയ്തു? വിവിധങ്ങളായിട്ടുള്ള ഫംഗ്ഷൻസ് ഇവിടെ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫയലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫയലിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഡോക്യുമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓപ്പൺ നമ്മുടെ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ ലൊക്കേഷൻ എടുത്തുകൊണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫയൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഓരോ ഫംഗ്ഷൻസ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനുകൾ അടങ്ങിയിരിക്കുന്ന ആ ഭാഗത്തെ, ആ ഒരു ബ്ലൂ കളർ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. റിബൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ? റിബൺ. അപ്പോൾ ടൈറ്റിൽ ബാറിനായിട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് ഈ റിബൺ എന്ന് പറയുന്നത്. റിബൺ റീപ്ലേസസ് ദ ട്രഡീഷണൽ മെനൂസ് ആൻഡ് ട്രൂ ബാൾസ്, പ്രൊവൈഡിങ് എ മോർ വിഷ്വൽ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ഇന്റർഫേസ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, അപ്പോൾ ഒരു ഇന്റർഫേസും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ അട്രാക്റ്റീവും കുറച്ചുകൂടെ തന്നെ യൂസർ ഫ്രണ്ട്ലി ഒക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റസ് ബാർ എന്ന ഭാഗത്തെ പറ്റിയാണ്. സ്റ്റാറ്റസ് ബാർ എന്താണ്? സ്റ്റാറ്റസ് ബാർ. Okay, status bar is located at the bottom of the word window and provides information about the current document such as page number, word count, language and zoom level. It also offers quick access to certain features like switching between document views. Okay, ഇതൊന്നും നിങ്ങൾ അങ്ങനെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ പരീക്ഷയ്ക്ക് നമുക്ക് എളുപ്പമാണത്. നമ്മുടെ ഒരു വേർഡ് ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആ ഒരു സ്ലൈഡിൽ നിങ്ങൾ കണ്ടു ടോപ്പിലുള്ള ഭാഗമാണ് കണ്ടത്, അല്ലെ? ഏറ്റവും ടോപ്പിലുള്ള ആ ഡോക്യുമെന്റ് ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് ഏറ്റവും താഴെയായിട്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഈ ഡോക്യുമെന്റിൽ എത്ര പേജസ് ഉണ്ട്, പിന്നെ അതിൽ എത്ര വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ പേജ് വ്യൂ എങ്ങനത്തെ വ്യൂ ആണ്, ഓക്കെ, പിന്നെ അതിന്റെ സൂം ലെവൽ ഏതൊക്കെയാണ്. ഓക്കെ, ഇപ്പൊ 100 സൂമിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ അതേപോലെ സൂം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആ ഒരു വേർഡ് ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കറന്റ് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ബാർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ വേർഡ് ഡോക്യുമെന്റ് ആൻഡ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറന്റ് ഡോക്യുമെന്റ് സച്ച് ആസ് പേജ് നമ്പർ, word count, language, zoom level, etc. It also offers quick access to certain features like switching
ബിറ്റ്വീൻ ഡോക്യുമെന്റ് വ്യൂസ്. നമുക്ക് വിവിധ തരത്തിലുള്ള ഡോക്യുമെന്റ് വ്യൂസ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഏതില്? നമ്മുടെ സ്റ്റാറ്റസ് ബാർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ഏതൊക്കെയാണ്? ടൈറ്റിൽ ബാർ എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ വേർഡ് ഡോക്യുമെന്റ് ടൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ടൈറ്റിൽ ബാർ. പിന്നെ അടുത്തെന്താണ്? റിബൺ എന്താണെന്ന് പറഞ്ഞു. ദെൻ അടുത്തത് എന്ത് പറഞ്ഞു? സ്റ്റാറ്റസ് ബാർ എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മളിതെല്ലാം നമ്മുടെ സ്കൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് നമ്മളിവിടെ പൊടി തട്ടി എടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. അടുത്തതാണ് ടൂൾ ബാർ അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പ്രധാനമായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ട ടൂൾ ബാറിനെയാണ് നമുക്ക് ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റിബൺ ബാറിൽ, ഓക്കെ, റിബൺ ബാറിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അപ്പോൾ ഇതിലെന്താ വരുന്നത്? പ്രധാനമായിട്ടുള്ള, അതായത് നമുക്ക് ഈ ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തു, പക്ഷെ അത് വേണ്ട, എനിക്ക് പ്രീവിയസിലോട്ട് പോകണം, അതിനെയാണ് നമ്മൾ അൺഡു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് വീണ്ടും പഴയതിലോട്ട് തിരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് എന്താണ്? വീണ്ടും റീഡു ചെയ്യണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഫംഗ്ഷനുകളുണ്ട്. അപ്പൊ അവയാണ് നമുക്ക് ഏതിലുള്ളത്? ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ളത്. ഓക്കെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് ലൊക്കേറ്റഡ് എബവ് ദ റിബൺ ആൻഡ് ഓഫേഴ്സ് എ കസ്റ്റമൈസബിൾ set of frequently used commands such as save, undo and redo. Okay, users can add or remove commands to suit their workflow. Okay, അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കമാൻഡ്സ് ഒക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും ഏതിൽ പറ്റും? ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട്, ലെഫ്റ്റ് ടോപ്പിലായിട്ട് നിങ്ങൾ കണ്ടില്ലേ, സേവ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ അൺഡു ഉണ്ട്, റീഡു ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഡോക്യുമെന്റിൽ നമുക്ക് കാണുന്ന ഭാഗങ്ങളാണ്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ടൈറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ റിബൺ എന്താണെന്ന് പറഞ്ഞു, ദെൻ അടുത്തത് സ്റ്റാറ്റസ് ബാർ എന്താണെന്ന് പറഞ്ഞു, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പറഞ്ഞു. ദെൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഡോക്യുമെന്റ് ഓപ്പറേഷൻസ്, അതായത് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെ. ക്രിയേറ്റിംഗ് എ ഡോക്യുമെന്റ്, എ ന്യൂ ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോൾ ആ ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റോ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഡോക്യുമെന്റ് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു വേർഡ് ഡോക്യുമെന്റ് ആണ് അല്ലെ. ഈ വേർഡ് ഡോക്യുമെന്റിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് നമുക്ക് എടുക്കാം. ഓക്കെ, ന്യൂ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ. ഇനി ഇതില്ലാതെ തന്നെ നമുക്ക് ഒരു കീബോർഡ് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കീബോർഡ് ഷോർട്ട് കട്ട് ഏതാണെന്ന് അറിയാവോ? എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഏതാണത്? കൺട്രോൾ കീ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം? ഒരു ന്യൂ അല്ലെങ്കിൽ കൺട്രോൾ എൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സെർച്ച് ചെയ്യുക, കൺട്രോൾ എൻ നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ തൊട്ടടുത്ത് പുതിയൊരു ഡോക്യുമെന്റ് വന്നതുണ്ടോ? ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മളൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ എൻ. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്തൊരു ഡോക്യുമെന്റ് ആണെങ്കിൽ, ഓക്കെ, നമ്മൾ സേവ് ചെയ്തൊരു ഡോക്യുമെന്റ്, അപ്പോൾ നമ്മളൊരു ഡോക്യുമെന്റ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഡോക്യുമെന്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ചൊക്കെയാണ്, മുമ്പ് സേവ് ചെയ്ത് വെച്ചൊരു ഡോക്യുമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയലിൽ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഓപ്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+O എന്ന് പറയുന്നത്. കൺട്രോൾ ഓ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് ഓപ്പൺ ഓപ്ഷനായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ കൺട്രോൾ എൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ന്യൂ ഡോക്യുമെന്റും കൺട്രോൾ ഓ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഫയലിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ഫയലിൽ വന്നിട്ട് നമ്മൾ ന്യൂ കൊടുക്കുക. അവിടെ ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് വരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് കീ ആണെങ്കിൽ കൺട്രോൾ എൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്
പറ്റും. അല്ലെങ്കിൽ പുതിയൊരു ഡോക്യുമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കൺട്രോൾ എൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അടുത്തൊരു ഡോക്യുമെന്റ് വന്നു. ഇനി കൺട്രോൾ O കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഓപ്പൺ ഓപ്ഷൻ, നമ്മുടെ ഓപ്പൺ ഓപ്ഷനിലൂടെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കറിയാം, നമ്മൾ ഫയലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ ഓപ്ഷൻ നമ്മൾ എടുത്തു അല്ലെ, ഓപ്പൺ ഓപ്ഷൻ എടുത്തു, അല്ലെങ്കിൽ പുതിയൊരു ഇതിനാണ് ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ് കൊടുത്ത് നമ്മൾ ചെയ്തു. ഇനി ഇവിടെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സേവ് ബട്ടൺ ആണ് അല്ലെ. സേവ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതാണോ ലൊക്കേഷൻ നമുക്ക് ആ ലൊക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൊക്കേഷനിലോട്ട് നമുക്ക് സേവ് ആവും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത ഡോക്യുമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുവരെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് സേവ് ആകും. ഇനി സേവ് ആസ് ആണെങ്കിൽ എന്താണ്, വേറൊരു ലൊക്കേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് എന്തെന്ന് പറയുന്നത്, കൺട്രോൾ എസ് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ലൊക്കേഷനിലോട്ട് സേവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. പുതിയൊരു ലൊക്കേഷൻ സേവ് ആസ് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഡോക്യുമെന്റ്, നമുക്കറിയാം നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ അതിനെ ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ പ്രിന്റ് ഒക്കെ എടുക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് നമുക്ക് ഏതിൽ ഉപയോഗിച്ചുകൊണ്ടാണ്, ഫയലിൽ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് അല്ലെ. ഫയലിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സേവ് ആസ് ഒന്നും പോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ ഇടുന്ന പ്രിന്റ് ഉണ്ടല്ലേ. അപ്പോൾ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് പി എന്ന് പറയുന്നത്. കൺട്രോൾ പി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു ഡോക്യുമെന്റ് നമുക്ക് ക്ലോസ് ചെയ്യണം, നമ്മൾ ഓപ്പൺ ചെയ്ത ഡോക്യുമെന്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു ഡോക്യുമെന്റ് നമ്മൾ കുറച്ച് മുമ്പ് ഓപ്പൺ ചെയ്ത ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ആ ഡോക്യുമെന്റ് എനിക്ക് ക്ലോസ് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ക്ലോസ് വിൻഡോ ഉണ്ട്. നമുക്ക് ആ ഡോക്യുമെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ മൊത്തത്തിൽ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് ക്ലോസ് വിൻഡോയിൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ കൂടെ ഉണ്ട്, അതാണ് ഈ കൺട്രോൾ W എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ W. അപ്പോൾ അവിടെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ചോദിക്കും നമുക്ക് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനത് കൺട്രോൾ W കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഡോക്യുമെന്റ് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതിൽ ഓപ്പൺ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിനെ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, സേവ് ആസ് എങ്ങനെയാണെന്ന് പറഞ്ഞു, ദെൻ അത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഒരു ഡോക്യുമെന്റിൽ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇതിലെ തുടക്കത്തിലെ ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടെക്സ്റ്റുകളാണല്ലോ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിവിധങ്ങളായിട്ടുള്ള ഫോണ്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, വിവിധങ്ങളായിട്ടുള്ള സ്റ്റൈലുകളിലുള്ള ഫോണ്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോണ്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോണ്ട് സൈസ്, നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫബറ്റുകൾ അല്ലെങ്കിൽ ഏത് ഭാഷയിലെ ലെറ്ററുകളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ സൈസുകൾ ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സൈസ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ഡോക്യുമെന്റിന് ആവശ്യമാണ് ആ സൈസ്, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റിബണിൽ നമുക്ക് എന്തുണ്ട് സൈസ്, ഫോണ്ട് സൈസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഹോമിൽ തന്നെ അതിന് ഇപ്പോൾ ഏത് ഫോണ്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, വിവിധങ്ങളായിട്ടുള്ള ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ എന്നോ അല്ലെങ്കിൽ കാലിബ്രി എന്നോ, ഇപ്പോൾ മലയാളമാണെങ്കിൽ കാർത്തികയെന്നോ രചനയെന്നോ
ഒക്കെ വിവിധങ്ങളായിട്ടുള്ള ഫോണ്ടുകൾ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ ഫോണ്ടുകളുടെ വിവിധങ്ങളായിട്ടുള്ള സൈസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 0, 1, 2, 3 മുതൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ സൈസ് അനുസരിച്ച് നമ്മുടെ ഡോക്യുമെന്റിന്റെ ആവശ്യം എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യും, വിവിധങ്ങളായിട്ടുള്ള സൈസുകളുള്ള ഫോണ്ടുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോണ്ടിന്റെ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫോണ്ടിന് നമുക്ക് സ്റ്റൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഡോക്യുമെന്റ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, ഇവിടെ ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. എന്തിനാണ്, നമ്മുടെ ഒരു ഫോണ്ട് സൈസിന്റെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നതിന് വേണ്ടിയിട്ട്, കാണുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+P എന്ന് പറയുന്നത്. Ctrl+Shift+P, Ctrl+Shift+P. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഫോണ്ടിന്റെ ഇവിടെ ഒരു ബോക്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ്, നമുക്ക് ഫോണ്ട് സ്റ്റൈൽ എന്തൊക്കെയാണ്, നമുക്ക് റെഗുലർ ആണോ, ബോൾഡ് ആണോ, ഇറ്റാലിക് ആണോ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ബോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് കുറച്ചുകൂടെ കട്ടിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇറ്റാലിക് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചരിഞ്ഞിട്ടുള്ള ഫോണ്ട് ആയിരിക്കും. മറ്റു ഫോണ്ട് റെഗുലർ ഫോണ്ടാണ്. അപ്പോൾ അതിൻ്റെ സൈസ് എത്ര കൊടുക്കാം, അതിൻ്റെ ഫോണ്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫോണ്ട് ഇനി അപ്പോൾ നമുക്ക് വിവിധങ്ങളായിട്ട് നമുക്ക് സ്ട്രക്ചറൈസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഫോണ്ട് ഡയലോഗ് ബോക്സിന്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്. ഓക്കെ, ഫോണ്ട് ഡയലോഗ് ബോക്സ്. ഓക്കെ, ഫോണ്ട് ഡയലോഗ് ബോക്സിന്റെ ഷോർട്ട് കട്ട് കീ ആണ് ഇത് Ctrl+Shift+P. മറന്നു പോകരുത്, Ctrl+Shift+P. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോണ്ട് ഡയലോഗ് ബോക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് ഫോണ്ടിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് പറഞ്ഞാണ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഞാൻ പറഞ്ഞു. നമ്മൾ ബോൾഡ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൊടുക്കുന്ന ടെക്സ്റ്റ് കുറച്ചുകൂടെ കട്ടിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു തിക്നെസ് കൂട്ടിക്കൊണ്ടുള്ള, ആ ടെക്സ്റ്റിന് കുറച്ചുകൂടെ തിക്നെസ് കൂട്ടിക്കൊണ്ടുള്ള ഒരു ഫോമാണ് എന്ന് പറയുന്നത് ഈ ബോൾഡ് എന്ന് പറയുന്നത്. ഇനി ഇറ്റാലിക് ആണെങ്കിൽ എന്താണ്, കുറച്ചൊന്ന് ചരിഞ്ഞിട്ടായിരിക്കും അല്ലെ, ഇറ്റാലിക് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് ചരിഞ്ഞാണ്. ഓക്കെ, ഇനി അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ടെക്സ്റ്റിന് അടിയിലായിട്ടൊരു ലൈൻ ഉണ്ടാവണം. ഓക്കെ, അതാണ് അണ്ടർലൈൻ എന്ന് പറയുന്നത്, അണ്ടർലൈൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ റിബണിലുള്ള ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലാതെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരു ടെക്സ്റ്റിനെ നമുക്ക് ബോൾഡ് ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+B എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് എന്ന് പറയുന്നത് Ctrl+B. ഇനി അതിനെ ഇറ്റാലിക് ഫോർമാറ്റിലോട്ട് ആക്കാനാണെങ്കിൽ Ctrl+I ആണ്. അണ്ടർലൈൻ ചെയ്യാനാണെങ്കിലോ Ctrl+U. നിങ്ങൾ ഇവിടെ നോക്കിയേ, ബോൾഡ് ആക്കാൻ ബോൾഡിന്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് B ആണ് അല്ലെ. അപ്പോൾ Ctrl+B അതെന്താണ്, ബോൾഡ് ആക്കാനായിട്ട് ടെക്സ്റ്റിനെ. ഇനി ഇറ്റാലിക്സിലാക്കാൻ ഇറ്റാലിക്സിന്റെ ആദ്യത്തെ അക്ഷരം I. ഓക്കെ, Ctrl+I ഇറ്റാലിക്കിലോട്ട് ആക്കാൻ. ഇനി അണ്ടർലൈൻ ചെയ്യാൻ അണ്ടർലൈനിന്റെ ഫസ്റ്റ് അക്ഷരം U ആണ് അല്ലെ, Ctrl+U. എന്തിനു വേണ്ടിയിട്ടാണ്, അണ്ടർലൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ബോൾഡ് ആക്കാൻ, ഇറ്റാലിക്സ് ആക്കാൻ, അണ്ടർലൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീകൾ ഏതൊക്കെയാണ്? Ctrl+B, അതുപോലെ തന്നെ Ctrl+I, അതുപോലെ Ctrl+U. ഓക്കെ, ഇനി ഫോണ്ട് സ്റ്റൈലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ടും പറ്റും. അല്ലാതെ നമുക്ക് റിബൺ നമ്മുടെ ഹോം ടാബിലെ എന്താണ് ഡ്രോപ്പ് ഡൗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണ്ടിന്റെ സ്റ്റൈലുകൾ നമുക്ക് എങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്പറിങ്. എന്താ നമ്പറിങ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ നമ്പറിങ് ആഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, നമ്പറിങ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 1, 2, 3 എന്നും നമുക്ക് അല്ലെങ്കിൽ റോമൻ നമ്പേഴ്സിന്റെ ഇതിലും നമുക്ക് ഇങ്ങനെ നമ്പറിംഗ് ഒക്കെ നമുക്ക് വിധങ്ങളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഹോമിൽ തന്നെ നമ്പറിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹോമിൽ തന്നെ നമ്മുടെ ഈ റിബൺ ബാറിലെ ഫയൽ കഴിഞ്ഞാൽ അടുത്ത് ഹോമാണ് അല്ലേ. ആ ഹോമിൽ നമ്പറിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നോക്കിയേ, ഹോം, ഫയല്, ഹോം. ഇങ്ങനെ താഴെയായിട്ട് ആ ഹോമിൽ തന്നെ നോക്കി ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അവിടെ ഫോണ്ട് ഡയലോഗ് നേരത്തെ പറഞ്ഞില്ലേ, ഫോണ്ടിന്റെ വിവിധങ്ങളായിട്ടുള്ള ഫോണ്ട് സൈസുകളും മറ്റ് ഫോണ്ട് സ്റ്റൈലുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അവിടെ താഴെയായിട്ടാണ് നമ്പറിംഗ്, ബുള്ളറ്റിന്റെ അടുത്തായിട്ട് നമ്മൾ എന്താണ് നമ്പറിംഗ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ നമ്പർ ചെയ്യാം, അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്പർ ചെയ്യാം, നമ്മുടെ റോമൻ ടൈപ്പിൽ നമ്പർ ചെയ്യാം, ABC എന്ന് പറഞ്ഞ് നമുക്ക് നമ്പർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്ത് നമ്പർ ചെയ്യാനായിട്ട്
പറ്റും. ഓക്കെ, അപ്പോൾ അത് ഏത് മെനുവിൽ നിന്നാണ് എടുക്കുന്നത്? ഹോം മെനുവിലാണുള്ള നമ്പറിംഗ് എന്ന് പറയുന്ന ടാബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ നമ്പറിംഗ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റിൽ നമ്പറിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ നമ്പറിംഗിൽ നമുക്ക് എന്താണ് 1 2 3 മാത്രമല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്പറിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ബുള്ളറ്റ്. ഈ നമ്പറിംഗിന് തൊട്ട് മുന്നിലായിട്ട് കാണുന്നത് ഒരു ഭാഗമാണ്, ഒരു ടാബാണ്, ഒരു ബട്ടൺ ആണ് എന്ന് പറയുന്നത് ബുള്ളറ്റ് എന്ന് പറയുന്ന ബട്ടൺ. അവിടെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ബുള്ളറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട്, ഇപ്പം ഫസ്റ്റ് ഒരു ഡോക്യുമെന്റ് ടെക്സ്റ്റിൽ എന്താണ് വിവിധ രാജ്യങ്ങളാണ് എഴുതിയെങ്കിൽ അത് ഇന്ത്യ, നെക്സ്റ്റ് ശ്രീലങ്ക. ഓക്കെ, അങ്ങനെ വിവിധങ്ങളായിട്ട് നമുക്ക് നമ്പറിങ്, നമുക്ക് ഓർഡർ ആയിട്ട് നമുക്ക് ഡേറ്റാസ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബുള്ളറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പറിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ബുള്ളറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരെണ്ണത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകൾ ഉപയോഗിക്കണമെങ്കിൽ എന്താണ് സബ് നമ്പറിങ് അല്ലെങ്കിൽ സബ് ബുള്ളറ്റിംഗ് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബുള്ളറ്റിംഗ് അതുപോലെ തന്നെ നമ്പറിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ആണ്. പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, നമ്മൾ ഒരു പാരഗ്രാഫ് എൻട്രി ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഒരു പാരഗ്രാഫ് എൻട്രി ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഞാനിവിടെ ദിസ് ഈസ് എ ടെസ്റ്റ് പാരഗ്രാഫ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യുന്നത് ഇപ്പം ഡിഫോൾട്ട് ആയിട്ട് ലെഫ്റ്റിലോട്ട് അലൈൻ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യാനാണെങ്കിൽ ലെഫ്റ്റിലോട്ട് ചേർന്ന് കിടക്കാം. ഓക്കെ, ഇനി റൈറ്റിലോട്ട് അലൈൻ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഹോമിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അലൈൻ ലെഫ്റ്റ്, ഇതാ നോക്കി, അലൈൻ സെന്റർ, അലൈൻ റൈറ്റ്, പിന്നെ ജസ്റ്റിഫൈ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടതുവശത്തോട് ചേർത്താണ് നമ്മുടെ ടെക്സ്റ്റുകൾ വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് അലൈൻ ലെഫ്റ്റ് ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഇനി സെന്ററിലാണ് കിടക്കുന്നതെങ്കിൽ എന്താണ് ഈ സെന്റർ ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഇനി ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ ഈ ലെഫ്റ്റ് അലൈൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ജസ്റ്റിഫൈ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ആ നമ്മുടെ ലൈൻ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തുമായിട്ടാണ് ഇതിന് നമ്മുടെ ടെക്സ്റ്റ് വരണമെങ്കിൽ അതിനാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജസ്റ്റിഫൈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ജസ്റ്റിഫൈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ പാരഗ്രാഫിൽ തന്നെയുള്ള ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ ഹോമിൽ ക്ലിപ്പ് ബോർഡ് എന്നും ഫോണ്ട് എന്നും പാരഗ്രാഫ് എന്നും ഈ പാരഗ്രാഫ് സെക്ഷനിലാണ് ഈ നമ്പറിങ്ങും അതുപോലെ തന്നെ ബുള്ളറ്റിംഗ് ഒക്കെ വന്നത്. അതിന് താഴെയായിട്ടാണ് ഈ ടെക്സ്റ്റിന്റെ അലൈൻമെന്റും വന്നത്. ഓക്കെ, അത് നമ്മൾ ഫോണ്ട് എന്താണെന്ന് പറഞ്ഞു. ഫോണ്ടിന്റെ വിവിധങ്ങളായിട്ട് നമ്മൾ ഫോണ്ട് ഡയലോഗ് ബോക്സും അതുപോലെ തന്നെ നമ്മുടെ ഹോം മെനുവില് ഹോം ടാബിനകത്ത് തന്നെ ഉള്ള ഫോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ബോൾഡും ഇറ്റാലിക്സും അതുപോലെ തന്നെ അണ്ടർലൈനും ഓക്കെ, നമ്മുടെ ഫോണ്ടിന്റെ സ്റ്റൈലും അതിന്റെ സൈസും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫോണ്ടിനെ കളർ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കളർ ചെയ്യാൻ പറ്റും. ഓക്കെ, വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പാരഗ്രാഫിലോട്ട് വരുമ്പോൾ അവിടെ പാരഗ്രാഫിൽ നമുക്ക് ബുള്ളറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്പറിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ലിസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ടെക്സ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യാം, അതുപോലെ തന്നെ സെൻട്രൽ അലൈൻ ചെയ്യാം, റൈറ്റിലോട്ട് അലൈൻ ചെയ്യാം, അതുപോലെ തന്നെ ജസ്റ്റിഫൈയും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ലൈൻ സ്പേസിംഗ് ആണ്. ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നതാണ് ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈനിന് കൊടുക്കേണ്ട സ്പേസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈൻ സ്പേസിംഗിലൂടെ നമുക്ക് പാരഗ്രാഫിനകത്ത് തന്നെ ലൈൻ സ്പേസിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ എത്ര ലൈൻ സ്പേസിംഗ് ആണോ കൊടുക്കുന്നത്, ഇവിടെ 1 പോയിന്റ് ആണോ കൊടുക്കുന്നത്, 1.15 ആണോ കൊടുക്കുന്നത്. 1 പോയിന്റ് ആയപ്പോൾ നിങ്ങൾ കണ്ടു കാണും ആ ഒരു സൈസ് മാറിയത്. ഇത് 1.15 ആണ് ഡിഫോൾട്ട് ആയിട്ട് കിടന്നത്. 1 പോയിന്റ് ആയപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കുറഞ്ഞു. ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആ ഒരു സ്പേസിങ് കുറച്ച് കുറഞ്ഞു. നമുക്കിത് ഇവിടെ എന്താണ്, നമുക്ക് 1.5 ആണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 2 ആണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും. നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. രണ്ട് ലൈനുകൾ തമ്മിലുള്ള ലൈനുകൾ തമ്മിലുള്ള ലെങ്ത് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഡിഫോൾട്ടായിട്ട് 1.15 ആണുള്ളത്. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗിലൂടെ നമുക്ക് പറ്റും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഡ്രോപ്പ് ക്യാപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബൈ, എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.